പാലേരെ കീഴിൽ ക്ഷേത്രക്കളിയാട്ടത്തിന് വിളമ്പുക സൗഹാർദ്ദത്തിന്റെ അന്നം. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി പൊളിച്ചുമാറ്റി പുനർനിർമ്മിച്ച നീലേശ്വരം പള്ളിക്കര പാലേര കീഴിൽ ക്ഷേത്രക്കളിയാട്ടത്തിന് വിളമ്പുക സൗഹാർദ്ദത്തിന്റെ അന്നം. 2 വർഷത്തിന് ശേഷം നടക്കുന്ന കളിയാട്ടത്തിന് 10,000 പേർക്ക് അന്നദാനത്തിനുള്ള അരി നൽകുന്നത് സമീപത്തെ പള്ളി കമ്മിറ്റി. 11 മുതൽ 14 വരെയാണ് പള്ളിക്കര പാലേര കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ടം. ദേശീയപാത വികസനത്തിനായി പൊളിച്ചുമാറ്റിയ ക്ഷേത്രം 2 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മിച്ച് കളിയാട്ടത്തിനൊരുങ്ങുന്നത്. കളിയാട്ട സമാപന ദിനമായ 14-ന് 10,000 പേർക്ക് ഭക്ഷണമൊരുക്കാൻ അരിയും സാധനങ്ങളും ജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇതറിഞ്ഞ പരിസരത്തെ പള്ളിക്കര മുഹൈദ്ദീൻ ജമാഅത്ത് മദ്രസ കമ്മിറ്റി ആവശ്യമായ അരി നൽകാമെന്ന് ക്ഷേത്ര കമ്മിറ്റിയെ അറിയിക്കുകയായിരുന്നു. കേരളക്കരയിലേക്ക് ആദ്യകാലത്തേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി മാലിക് ദിനാർ സംഘം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവരായ സുഹൃത്തുക്കൾ കരിക്കും ഇളനീരും കൊടുത്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയാണ് ഇവിടെ കേരളക്കരയിൽ ജീവിച്ച കുഞ്ഞാൻ മുസ്ലിയാർ മാങ്ങടച്ചൻ. പലപ്പോഴും ചരിത്രം വായിച്ചുകൊണ്ടായിരിക്കാം. രസകരമായ ചരിത്രങ്ങളും അവരുടെ സംഭാഷണങ്ങളും അവരുടെ സൗഹാർദ്ദങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് സൗഹാർദ്ദം പുനർ നൽകുന്ന പല പ്രവർത്തനങ്ങളായിരുന്നു 2 പേർ ഉണ്ടായത്. ഒരാൾ നല്ല സന്യാസിയും മറ്റൊരാൾ ഒരു പള്ളിയിലെ മുസ്ലിയാണ്. ഇവർക്കുണ്ടായ സൗഹാർദ്ദത്തെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കുമ്പോൾ പലപ്പോഴും അവരിലുണ്ടാകുന്ന ആ സൗഹാർദ്ദം നാം പഠിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ പലപ്പോഴും എൻ്റെ കേട്ടറിവാണ്, ഏത് വിഷയം വന്നാലും പരസ്പരം നല്ല സൗഹാർദ്ദത്തോടു കൂടെ നടന്നു നീങ്ങുന്നവരാണ് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങളും നമ്മുടെ ഹൈന്ദവരായ സഹോദരന്മാരും. അതുപോലെ ഒരിക്കലും നമുക്ക് ഈ സൗഹാർദ്ദവും ഈ ഒത്തൊരുമയും എപ്പോഴും ഉണ്ടാവണമെന്ന് ഈശ്വരനോട് ചെറുവത്തൂർ. ഐസി മൂൺ ഐസ്ക്രീം, എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.